വർഗീയത ഒരുത്തനെ പ്രാക്ടീസ് ചെയ്യാം, വംശീയതയും പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അതൊരു ആക്ച്വലി നല്ലതല്ല. 12 വർഷമായിട്ട് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അത് ശരിക്കും വർഗീയതയിൽ ഉന്നിയ അവരുടെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. അത് സമൂഹങ്ങളെ തമ്മിൽ മതപരമായിട്ട് ചേരുതിരിവുണ്ടാക്കി, വർഗീയമായിട്ട് നമ്മൾ ചേരുതിരിവുണ്ടാക്കി, അതിനെ ഒരു രാഷ്ട്രീയത്തിന്റെ തലത്തിൽ അതിനെ അവർ കൂട്ടി യോജിപ്പിച്ച് അതിനെ ദേശീയതയുടെ മുഖം കൊടുത്ത് അവർ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നു. പിന്നെ അംബാനിയുടെ വീട്ടിൽ നിന്ന് ഒരു അലയൻസ് വന്നു കഴിഞ്ഞാൽ എന്നാ പറയുന്ന കാസ്റ്റ് അല്ല, എന്റെ കാസ്റ്റ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണം നടത്താതിരിക്കുന്ന ഒരാളിനെ കാണുന്ന ദിവസം വരെ. മാത്രം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ഈ ചേരുതിരിവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ബംഗാളികളും തമിഴരും ഒക്കെ വന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്നവരെ എത്ര പേര് നമ്മുടെ നാട്ടിൽ അക്രോസ് കേരളത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ടേബിളിൽ കയറ്റി ഇരുത്തി ഊട്ടുന്നുണ്ട്. പൊളിറ്റിക്സിൽ അവർക്ക് മേൽക്കൈ കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു നുണപ്രചരണമാണ്. നമ്മുടെ ഒരു സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ കാരണം കൊണ്ടാണ് അവരുടെ ആ വർഗീയത വെളിയിലേക്ക് 100% കൊണ്ടുവന്നതെന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ട്രംപിന്റെ ഒരു ഭരണം ഇപ്പൊ അടുത്ത ഒരു 3 വർഷത്തോടെ കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷെ ഈ സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്ന ഈ വിഷത്തിന്റെ ഒരു അംശം മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ബ്രാഹ്മണന്മാരും അല്ലെ ക്ഷത്രിയന്മാരും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പ്രാക്ടിക്കലി ഒരു കുടിയാന്റെ അവസ്ഥയായിരുന്നു. ഈ ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറത്തിന്റെയോ അല്ലെങ്കിൽ ഈ വംശത്തിന്റെയോ പേരിൽ ഒരാളെ മാറ്റി നിർത്തുന്നത് എന്ത് നീതിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ സ്ലേവറി ആദ്യമായിട്ട് അബോളിഷ് ചെയ്തെന്ന് പറയുന്നത് അവരുടെ കോളനീസിൽ അബോളിഷ് ചെയ്തത് ഇംഗ്ലണ്ടാണ് ആദ്യമേ അത് ചെയ്തത്. കൺസർവേറ്റീവ് വാല്യൂസ്, അത് ഫാമിലിയിലാണേലും അത് ഒരു ഇക്കണോമിക് പോളിസീസിലാണേലും ഒരു കൺസർവേറ്റീവ് വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു രാജ്യത്തിനില്ലാത്ത ഒരു പ്രത്യേകത അമേരിക്ക എന്ന് പറയുന്നത്, അമേരിക്ക ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ്. എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സമൂഹത്തിൽ നിന്നും വന്നവരെ ഉൾക്കൂട്ടും. അതിൻ്റെ അകത്ത് നിതിനോ എനിക്കോ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കോ പറയാൻ പറ്റാത്ത രീതിയിൽ ഈ സമൂഹം വളരെ ഇൻക്ലൂസീവ് ആയിരുന്നു. റിസൾട്ടുകൾ മോശമാണെങ്കിലും അവർ പിന്നെയും ഇപ്പൊ 3ാമത്തെ തവണയാണ് ജയിച്ചേക്കുന്ന ക്ലീൻ ജയം. ഒന്ന്, എതിരാളി ഒരു മഫനാണ്, അതൊരു കാര്യം. ഞാൻ അടിമയായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഈ രാജ്യത്തേക്ക് വന്നത്. നിനക്ക് മലയാളമോ ഹിന്ദിയോ സ്പാനിഷോ ആണ് നിനക്ക് വലുതെങ്കിൽ എന്തിനിവിടെ വരുന്നു? ഭാഷയെ പുച്ഛിച്ച് സംസാരിക്കാനും കളറിനെ പുച്ഛിച്ച് സംസാരിക്കാനും ഒക്കെ നമ്മുടെ പ്രസിഡന്റ് മുൻകൈ എടുത്തിട്ടുണ്ട്. അത് വംശീയതയിലേക്കുള്ള ഒരു പോക്കാണ്. അല്ലാതെ എനിക്ക് വോട്ട് ചെയ്ത് ഒരു വോട്ട് വാങ്ങിയാൽ മാത്രം കേറ്റർ ചെയ്യാനാണെങ്കിൽ അത് ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കണം. അത് ആ പാർട്ടിയുടെ തലപ്പത്തായിരിക്കേണ്ടത്, അത് രാജ്യത്തിന്റെ തലപ്പത്തല്ല ഇരിക്കേണ്ടത്. താനെന്താ പോണില്ലേ? ഓ, നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചങ്ങ് ഇരുന്നു പോയതാ. എന്തു പറ്റി? ഡാഡിയോടും മമ്മിയോടും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് നോക്കണം, ബിസിനസ് നോക്കണം, കൃഷി നോക്കണം, അങ്ങനെ 100 കൂട്ടം ന്യായങ്ങളാ പറയുന്നത്. അതിനിടയ്ക്ക് പോയി 25 ഏക്കർ തോട്ടം എഴുതിച്ചു. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അതിന് രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഈ അമേരിക്ക ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഇതിനൊക്കെ? ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസിയോ? സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. ആഹാ, അത് കൊള്ളാമല്ലോ. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം വംശീയതയോ വർഗീയതയോ ഏറ്റവും കൂടുതൽ അപകടം എന്നതിനെ കുറിച്ചാണ്. ഈ ദേശസ്നേഹം എന്നത് പലപ്പോഴും മറ്റുള്ളവരോടുള്ള വെറുപ്പായി മാറുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ മറ്റൊരു രാജ്യത്തെ വെറുക്കണമോ? ഇതിനെക്കുറിച്ച് എന്താണ് നിതിന്റെ അഭിപ്രായം? വർഗീയത നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഇതാണ്, കാസ്റ്റിസം. അതാണ് വർഗീയത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രിജുഡിസ് അഗൈൻസ്റ്റ് അനദർ കാസ്റ്റ്. അതൊരു നമ്മുടെ ഇന്ത്യയിൽ അതൊരു വളരെ നാച്ചുറൽ ആണ്. ഇപ്പം കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതിലും ആൾക്കാരുടെ എപ്പോഴും ആ ഒരു ബയസ് ആൻഡ് ഇത് കാണും. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഒരു നാച്ചുറൽ കാര്യമാണ്. പിന്നെ വംശീയത, വംശീയത എന്ന് പറയുന്നത് റേസിസം ആണ്. ഒരു വംശത്തിന്റെ എതിരെ. ഇതെല്ലാം
ഒരു ഒരു എന്നാ പറയുന്നത്, ഇതൊരു ശരിക്കും ഒരു പെർസീവ്ഡ് ആൾക്കാർക്ക് മറ്റവനോട് ഒരു കൂട്ടുകൂടാതിരിക്കുന്നത് അല്ലെ അവരെ കൂട്ടാതിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഒരാളുടെ ഒരു പേഴ്സണൽ റൈറ്റ് ആണ്. അത് വർഗീയത ഒരുത്തിനെ പ്രാക്ടീസ് ചെയ്യാം, വംശീയതയും പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അതൊരു ആക്ച്വലി നല്ലതല്ല. കാരണം അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു കട നടത്തുക, ഞാൻ എന്നിട്ട് കടയിൽ പറയുവാണ് ഞാൻ എന്നാ പറയുന്നത് ഇന്ന കാസ്റ്റിലുള്ളവർക്ക് മാത്രമേ വിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് മോശമായിരിക്കും, എന്റെ കടയ്ക്ക് മോശമായിരിക്കും. അപ്പൊ ഞാൻ വലിയ വലിയ വർഗീയവാദി ആണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നാട്ടില് ഞാൻ ഇതേവരെയായിട്ടൊരു നമ്പൂതിരിയെ ബ്രാഹ്മണനെ ഒന്നും കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും എന്നെ അംബാനിയുടെ വീട്ടിൽ നിന്ന് ഒരു അലയൻസ് വന്നു കഴിഞ്ഞാൽ എന്നാ പറയുന്ന കാസ്റ്റ് അല്ല, എന്റെ കാസ്റ്റ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണം നടത്താതിരിക്കുന്ന ഒരാളിനെ കാണുന്ന ദിവസം വരെ. സോ ഇതിലൊന്നും വലിയൊരു കാര്യമില്ല. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആക്ച്വലി ഇറ്റ് ഇസ് ബാഡ്. പിന്നെ ഇതിന്റെ പ്രോബ്ലം കിടക്കുന്നത് വംശീയതയാണെങ്കിലും വർഗീയതയാണെങ്കിലും അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ട് അത് റൂൾ പോലെ ആക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു അൺറിട്ടൺ ലോ പോലെ ഇന്ന വർഗത്തിലുള്ള ഇന്ന കാസ്റ്റിലുള്ളവർക്ക് എന്നാ പറയുന്ന വഴി കൂടെ നടക്കാൻ പറ്റത്തില്ല, അല്ലെ അമ്പലത്തിൽ കയറ്റാൻ പറ്റത്തില്ല, അല്ലെ അവരെ കയറി അടിക്കുക, അവർ ഇന്ന വേറൊരു കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് അവരെ കൊല്ലുക. അതൊരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്കത് പ്രാക്ടീസ് ചെയ്യുന്നതിന് അതിന്റെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇപ്പൊ ഒരാൾ പറയുക ഞാൻ ഒരു നമ്പൂതിരി ആയിക്കോട്ടെ, നായരായിക്കോട്ടെ, ആര് വേണേ ആയിക്കോട്ടെ, അവർ പറയാം ഞാൻ മറ്റു വർഗത്തിലുള്ള അല്ലെ മറ്റു കാസ്റ്റിലുള്ളവരെ എന്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റൈറ്റ്. അവന് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗുഡ് ഫോർ ഹിം, അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല, ബട്ട് അവന്റെ ഒരു റൈറ്റ് ആണെന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. റേസിസം എന്ന് പറയുന്നത് വംശീയ ഇതിന്റെ എതിരെ ഉള്ളത്. ഇപ്പൊ US എന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ആ ഒരു റേസിസം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി ഒരു എന്നാ പറയുന്നത് വളരെ റെഡ് നെക്ക് ഏരിയാസിൽ താമസിച്ചിട്ട് പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് പ്രശ്നമല്ല. അത് ഇല്ല എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഇറ്റ് ഇസ് ദെയർ. റേസിസം പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ പ്രാക്ടീസ് ചെയ്തോട്ടെ. അവനങ്ങനെ ഒരു കടയോ ഒരു ബിസിനസ്സോ വല്ലോ അല്ലെ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ നടത്താൻ നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബാഡ് ഫോർ ഹിം. അതാണ് എൻ്റെ ഒരു തിയറി അതിനകത്ത്. പിന്നെ ഇതൊക്കെ ഒരു നിയമമാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ പാടാണ്. നാട്ടിൽ അതൊരു അൺറിട്ടൺ ആയിട്ട് കുറച്ചുകൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ഞാനത് കണ്ടിട്ടില്ല. അൺറിട്ടൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പണ്ടുണ്ടായിരുന്നു എക്സിസ്റ്റിംഗ് ആക്ട്, പക്ഷെ അത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. മാറിയിട്ടുണ്ടെന്നാണ് നിതിൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഇവിടെ ഫുൾ ഫ്ലഡ്ജ് മാറിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല, നമ്മളിവിടെ ജോലി ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ ഒരു വെള്ളക്കാരൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതുണ്ട്. ഇപ്പം അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ വെറുതെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ബംഗാളികളും തമിഴരും ഒക്കെ വന്ന് കേരളത്തിൽ ജോലി ചെയ്യാൻ വരുന്നവരെ എത്ര പേര് നമ്മുടെ നാട്ടിൽ അക്രോസ് കേരളത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ടേബിളിൽ കയറ്റി ഇരുത്തി ഊട്ടുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എനിക്ക് ഇന്നേ വരെ ഇവിടെ അമേരിക്കയില് ഞാൻ അത് പല വെള്ളക്കാർ തൊട്ട് എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് ആരും എന്നെ വീട്ടിൽ കയറ്റി കഴിപ്പിക്കായിരിക്കുമോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ അത് കണ്ടിട്ടില്ലെന്ന് പറയുന്നത്. നാട്ടിൽ അത് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഒരു സട്ടിൽ രീതിയിലായിരിക്കാം, ചിലടത്ത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടായിരിക്കാം, ചില ആൾക്കാർ പഴയ ആൾക്കാർ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കാം, ബട്ട് ഇറ്റ്സ് ദെയർ. ഓക്കെ. അപ്പൊ ഈ ദേശീയത എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ അതിരുകൾ മാത്രമല്ല, ഈ മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ഈ ഭൂപടത്തിൽ കാണുന്ന ഈ ഒരു വരകളെന്ന അങ്ങനെയൊക്കെയാണോ ഈ നിതിൻ പറഞ്ഞത്? ഈ നിതിൻ പറഞ്ഞതിനോട് പിന്നെ ജിൻസ്മോൻ യോജിക്കുന്നുണ്ടോ? അല്ല, ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ് പറ്റീഷ. ഇതിന് വ്യാപകമായിട്ടൊരു ദൂര ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മൾ പറയില്ലേ ഇപ്പൊ ഈ വർഗീയത എന്ന് പറയുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് ചേരിതിരിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പല വർഗങ്ങൾ കൂടുന്നതാണല്ലോ ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഈ വർഗീയത ഇപ്പൊ ഇന്ത്യയെ പോലെ ഒരു വലിയ ഒരു രാജ്യത്ത് ഇപ്പം അറിയാം, ഒരു 10-12 വർഷമായിട്ട് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അത് ശരിക്കും വർഗീയതയിൽ ഉന്നിയ അവരുടെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ് അവർക്ക് ക്രിയേറ്റ് ചെയ്തത്. അത് സമൂഹങ്ങളെ തമ്മിൽ മതപരമായിട്ട് ചേരിതിരിവുണ്ടാക്കി, വർഗീയമായിട്ട് നമ്മൾ ചേരിതിരിവുണ്ടാക്കി, അതിനെ ഒരു രാഷ്ട്രീയത്തിന്റെ തലത്തിൽ അതിനെ അവർ കൂട്ടി യോജിപ്പിച്ച് അതിനെ ദേശീയതയുടെ മുഖം കൊടുത്ത് ആ ഒരു ഭരണം അവർ നടത്തിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഈ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന വിടവ്, അത് നമ്മളിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല, ഈ വർഗീയത എന്ന് പറയുന്നത് മറ്റുള്ള ലോകങ്ങളിലേക്ക് നമ്മൾ പറയുന്നത് വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ വർഗത്തിലും വംശത്തിലും ഊന്നിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കാലഘട്ടം പോലെ നമ്മൾ വളരെ ലിബറൽ ആയിട്ടുള്ള ആശയങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമല്ല ഇന്ന് കാണുന്നത്. ഇന്നിപ്പോൾ അത് യൂറോപ്പിലും ഒക്കെ ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന അതാണ് ഈ വർഗീയതയും വംശീയതയും മൂലമുണ്ടാകുന്ന കാരണം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെ
രൂഢമൂലമായിരുന്ന സമൂഹത്തിൽ നിന്ന് പുരോഗമനപരമായി ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിനെയൊക്കെ അകറ്റി നിർത്തുകയും ഇതൊരു സമൂഹമായിട്ട്, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നമുക്കറിയാം, നമ്മൾ ഓരോ സംസ്ഥാനത്തും ഒരു സംസ്ഥാനത്ത് തന്നെ പല വർഗങ്ങളും പല ദേശങ്ങളും പല ഭാഷകളും ഇത്രമാത്രം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ഈ ചെരുതിരിവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ മഹാരാഷ്ട്രയില് ശിവസേനയുടെ ഉത്ഭവം നമുക്കറിയാം. അവരത് ഈ മണ്ണിന്റെ മക്കളുടെ വാദം, കർണാടകയില് കന്നഡ ചാരുവാലി സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അവരുടെ ആ ഒരു ദേശീയത അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ ഇതിൽ വെച്ച് അവർ വന്നു. അവർ മറ്റുള്ളവരെ എതിർക്കാനും കായികമായി നേരിടാനും അത് അങ്ങനെ തുടങ്ങി. കാരണം ഈ മണ്ണ് ഞങ്ങൾക്കുള്ളതാണ്. അതാണ് ശിവസേന. ഇപ്പൊ ശിവസേനയൊക്കെ ആ മണ്ണില് വളർന്നു വന്ന് ഇപ്പൊ ബാൽ താക്കറെ പോലുള്ള നേതാക്കളുടെ വളരെ തീ തുപ്പുന്ന പ്രസംഗങ്ങള് ആ സമൂഹത്തില് വളരെ രാഷ്ട്രീയമായിട്ട് വളരെ എതിർപ്പുകൾ ഉണ്ടാക്കി. അവർ മദ്രാസിനെ വരെ ഫോക്കസ് ചെയ്ത്, ഇതൊക്കെ കാലഘട്ടത്തിന്റെ ഒരു വലിയ ഇതാണ്. അത് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ പുരോഗമനമായി അടുത്ത തലമുറ വന്നപ്പോൾ കാലക്രമേണ ഇത് വ്യത്യാസപ്പെട്ടു വന്നു. ഈ വർഗീയതയൊക്കെ കുറച്ചുകൂടെയൊക്കെ മാറി. അത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഇത്ര വ്യാപകമായിട്ട് ഇപ്പം ഈ BJP ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു. അവരതിന്റെ ഒരു വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനുഷ്യന്റെ മനസ്സിലേക്ക് ആ വർഗീയ ബോധം ഉണർത്തിവിട്ട് അവന്റെ മതം, അവന്റെ അതൊക്കെ വന്നതിന് ശേഷം ഇതൊന്നും ഒരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റിയല്ല. ആ മാറ്റാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന ആ ഒരു സ്വത്വബോധത്തെ ഉണർത്തി അവൻ ഇതിനെ ഈ വളരെ അക്രമോത്സുകമായിട്ട് മറ്റുള്ള വർഗങ്ങൾക്ക് മേലെയൊക്കെ ആക്രമണമൊക്കെ നടത്തുക. കാരണം അത് സമൂഹത്തിൽ കുറെ കാലം കൂടെ നിലനിൽക്കും. ആ പുരോഗമന ഒരു ഇതിലേക്ക് മനുഷ്യനെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഇത് ഈ ഒരു സെയിം ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മള് ഈ അമേരിക്കയിൽ കാണുന്നത്. ഇപ്പൊ നിതിൻ ഈ പറഞ്ഞതിനെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഈ ദേശീയതയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ പോലെ തന്നെ വളരെ ഇപ്പൊ ലോകത്ത് 193 രാജ്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. 193 രാജ്യങ്ങളിലെയും ജനങ്ങൾ വഹിക്കുന്ന വേറെ ഒരു രാജ്യത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ച് അമേരിക്കയിൽ എല്ലാ സ്ഥലത്തു നിന്നും മൈഗ്രേറ്റ് ചെയ്തു വന്ന പല സമൂഹങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ദേശീയത പടുത്തെടുത്തിയ അമേരിക്കയുടെ നേതാക്കന്മാരുണ്ട്. അവര് കൊണ്ടുവന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പൊ ഈ പുതിയ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ ഇപ്പം ഇത് പല ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി വളരെ തെറ്റായ ഒരു കാരണമാണ്. ആ ഇമിഗ്രേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ പറയാം, ഞാൻ ഒരു രജിസ്ട്രേഡ് റിപ്പബ്ലിക്കനാണ്, ഞാൻ ട്രംപിന് വോട്ട് ചെയ്ത ആളാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രംപിനെ ഇപ്പൊ ബോർഡറിൽ കൂടെ അനധികൃതമായിട്ട് ഒത്തിരി ആൾക്കാർ, ഇല്ലീഗലായിട്ട് ഒത്തിരി ആൾക്കാർ, കുറ്റവാളികള്, അങ്ങനെയുള്ള ആൾക്കാർ അമേരിക്കയിലേക്ക് നിർഭയം കടന്നു വരുന്നു. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇസ്ലാമിസ്റ്റുകൾ, തീവ്രവാദികൾ കുറെ കടന്നു വരുന്നു. അവർക്കൊക്കെ ഇവിടെ അഭയം കൊടുക്കുന്നു. അപ്പൊ അഭയം കൊടുക്കുന്നത് ഇവിടുത്തെ നമ്മുടെ വെൽഫെയർ ബെനിഫിറ്റ്സ് അവർക്ക് കൂടുതൽ അവർ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ആ രാഷ്ട്രീയമായിട്ടുള്ള ചില, കാരണം ഇതിനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 2% ഉള്ളതിനെ നമ്മൾ 20%, 80%, അത് അവരുടെ ഒരു പ്രസംഗിക ശൈലിയിൽ അല്ല അവതരിപ്പിക്കുന്നതിനുള്ള കഴിവ്, അതിനെ നമ്മൾ ഇതൊരു വംശീയതയായിട്ട് മാറ്റിയെടുത്തു. കാരണം അവിടെ ഒറ്റ കാര്യമുള്ളൂ, ആ പൊളിറ്റിക്സിൽ അവർക്ക് മേൽക്കൈ കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു നുണപ്രചരണമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ നുണപ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് ആ വിജയം കൊയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ആശയങ്ങൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് പറയാണ്. അപ്പൊ ഞാൻ പറയാം, ഈ ട്രംപിന്റെ ഇമിഗ്രേഷൻ പോളിസി ഒത്തിരി ആൾക്കാർ വിശ്വസിച്ചു. അതാരാണ് വിശ്വസിച്ചത്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ പറയും, ഇന്ത്യ ബീമാരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സെൻട്രൽ ഇന്ത്യയുടെ കുറെ സംസ്ഥാനങ്ങൾ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഇതൊക്കെയാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ദേശീയത. ഞങ്ങളാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ സൗത്ത് ഇന്ത്യക്കാരെ അത്ര അങ്ങോട്ട് അംഗീകരിക്കില്ല. സൗത്ത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മധ്യപ്രദേശുകാരൻ എന്ന് വെച്ചാൽ തീവ്ര ഒരു ബോധമുള്ള ഒരാൾ അത് സമ്മതിക്കല. സംഘപരിവാറിന്റെ ഈ ഹാർഡ് കോർ ആശയം പേരുന്ന ആൾക്കാർ ചിന്തിക്കുന്നതിൽ അവർക്ക് ഇന്ത്യയായിട്ട് കൂട്ടാൻ പറ്റാത്ത 3 പ്രദേശങ്ങൾ. ഒന്നാണ് പഞ്ചാബികളെ അവർ അംഗീകരിക്കുന്നത്. കാരണം അവിടെ ഒരു ഖാലിസ്ഥാൻ വാദമൊക്കെ നടന്നു, അവർ ഇന്ത്യക്കെതിരായിട്ട് നടത്തി, ഇപ്പോഴും ആശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. 2 ബംഗാളികൾ അവർ കൂടുതലും ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ കുടിയേറുന്നുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളികളെയും അവർക്ക് താല്പര്യക്കുറവുണ്ട്. പിന്നെ നമ്മൾ മലയാളികളെയും, കാരണം ഇതിനകത്ത് വേറൊരു കോമൺ ഫാക്ടർ കൂടിയുണ്ട്. ഇവർ കുറച്ച് ഇടതുപക്ഷ ചായവുള്ള ഒരു 3 സമൂഹങ്ങളാണ്. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് പോലും കാണുന്നില്ല. ഞാൻ ചോദിച്ചാൽ എല്ലാവരും കാണുന്നുണ്ടോ എന്നുള്ളതല്ല,
സംഘപരിവാറിന്റെ ചില ഹാർഡ് കോർ പാർട്ടികൾ ഇവരെ അതിനെ ആ രീതിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇപ്പൊ ഈ ട്രംപിന്റെ ഒരു വോട്ട് ബാങ്ക്. ട്രംപ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. ട്രംപിന്റെ ആദ്യത്തെ ടൈമിൽ ട്രംപ് ഈ നമ്മൾ ഇവിടെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റുകളിൽ ഈ 17 പേരെ കണ്ടുണ്ടായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിബേറ്റിൽ എന്നുള്ളതാണ്. ഇതിന് കുറച്ചുകൂടെ ഇത് പറയാം. ഞാൻ ആ പ്രസംഗങ്ങളൊക്കെ കണ്ടിരുന്നിട്ടുള്ള ഒന്ന് പറയാണ്. അന്ന് അവിടെ എന്ന് പറയുമ്പോൾ ആ ട്രംപ് ആദ്യ ടൈമിൽ ആ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ഈ 17 പേരിൽ ഏറ്റവും അവസാന ഒരു ഭാഗമായിട്ടാണ് തുടങ്ങിയത്. അദ്ദേഹത്തെ അറഞ്ചം പുറഞ്ചം മറ്റുള്ള കാൻഡിഡേറ്റുകൾ പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി വളരെ ഈ ചുമന്ന് തുടുത്ത് ഈ നമ്മൾ പറയല്ലേ ഇളിഫിനായിട്ട് നിൽക്കുന്ന ഒരു ട്രംപിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുന്ന് പുള്ളിയുടെ ടീം പുള്ളിയുടെ ഇതുകൊണ്ട് പുള്ളി ഈ ഒരു ഡിബേറ്റിൽ കയറി വന്ന് ലാസ്റ്റ് മൊമെന്റ് വന്ന് പുള്ളിയുടെ നോമിനേഷൻ സ്വീകരിച്ചു. അങ്ങനെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയി. പക്ഷെ അപ്പൊ ട്രംപിന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ട്രംപിന്റെ ആ ഒരു മണി പവർ, മസിൽ പവർ, ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീമിനെയൊക്കെ ട്രംപ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വൈറ്റ് വോട്ട് ബാങ്ക് ആണ് ട്രംപ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ ഒരു വോട്ട് ബാങ്ക് ആണ്. ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയെ തന്നെ ട്രംപ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഈ പറയുന്ന ട്രംപ് ഇപ്പൊ ഇമിഗ്രേഷന്റെ ആണെങ്കിലും മറ്റുള്ള പോളിസികളെല്ലാം നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ ഭരണത്തിൽ ഒരൊറ്റ ഉദാഹരണം പറയും. ഇപ്പൊ നമ്മൾ ടാക്സ് സീസൺ ആണ്. ആ ടാക്സ് സീസണെ വെച്ചിട്ട് തന്നെ പറയാം. ഇപ്പം ഈ ആദ്യത്തെ ടൈമില് പുള്ളി നമുക്ക് അറിയാം, സാധാരണ ഹസ്ബൻഡും വൈഫും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു ആവറേജ് 200,000 ഉണ്ടാക്കുന്നു. അപ്പൊ ആ ടാക്സ് ബ്രാക്കറ്റിൽ പോലും അന്ന് മിഡിൽ ക്ലാസ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റും 40,000-50,000 രൂപയൊക്കെ അത് നമ്മൾ ആ ബ്രാക്കറ്റിലേക്ക് താഴെ കൊണ്ടുവരാനായിട്ട് നമ്മൾ സാധാരണ എക്സ്പെൻസ്, ചാരിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മോർഗേജിന്റെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ കാണിക്കുമായിരുന്നു. ഐറ്റമൈസ് ചെയ്യുന്ന അത് അൺലിമിറ്റഡ് ആയിരുന്നോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിരുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു 10-15 വർഷം മുമ്പാണ് ആദ്യത്തെ ടൈമിൽ ആ സംവിധാനത്തെ പുള്ളി നേരെ കൊണ്ട് 10,000 ലിമിറ്റ് ചെയ്തു. അപ്പം വെച്ചാൽ അത് ആദ്യം ഈ മിഡിൽ ക്ലാസ് പേച്ചെക്ക് ടു പേച്ചെക്ക് ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ്സിനെയാണ് പുള്ളി ടാർഗറ്റ് ചെയ്തത്. പുള്ളി എന്നിട്ട് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ബിസിനസ്സുകാരുടെ ടാക്സിന്റെ ബ്രാക്കറ്റ് കുറച്ചു. ഇതൊക്കെ കുറച്ചുകൂടെ നിതിൻ ആധികാരികമായിട്ട് നിതിന് പറയാൻ പറ്റുമായിരിക്കും. അപ്പൊ ആരുടെയും നെഞ്ചത്തടിച്ചത് ആരുടെയാണ്? ഈ പറഞ്ഞ ഒരു ക്ലാസ്സിലുള്ള ആൾക്കാരെയാണ് പിടിച്ചത്, മിഡിൽ ക്ലാസ്. അപ്പൊ നമ്മൾ പറയും പുറത്ത് അമേരിക്കയിൽ കുടിയേറിയിട്ടുള്ള പല സമൂഹങ്ങളെയും ചൈനക്കാര്, ഇന്ത്യക്കാര്, റഷ്യൻ, ഇറ്റാലിയൻ, ഇതൊക്കെ മാഫിയ എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഇതിങ്ങനെ കൂടുന്ന ഒരു മിക്സ് കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ രണ്ടാം ടൈമിൽ വന്നതിന് ശേഷം ആരാണ് പുള്ളിയുടെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തിനെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സമൂഹങ്ങളെന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പൊ നിതിൻ പറഞ്ഞു, നിതിൻ ഇങ്ങനെ ഒരു റെഡ്നെക്കിൽ ജീവിച്ചിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇങ്ങോട്ട് അമേരിക്കയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത്. അപ്പൊ ഇംഗ്ലണ്ടിൽ നമ്മൾ പറയും, ഇംഗ്ലണ്ടിൽ വളരെ നമ്മൾ പെരുമാറുമ്പോൾ ഇവര് ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് നമ്മളിപ്പോ ഈ വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ അവര് ആ ഒരു കസ്റ്റമും എത്തിക്കറ്റ്സും ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ അമേരിക്ക ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് അമേരിക്കയിൽ അത്ര പ്രശ്നമില്ലാത്തത്. ഇംഗ്ലണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ആദ്യകാലങ്ങളിൽ ഇപ്പം പറയാം അവിടെ ഒരു 2000-ലൊക്കെയാണ് ഈ നേഴ്സുമാരുടെ കുടിയേറ്റം അവിടെ ഉണ്ടാകുന്നത്. അല്ലെ അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ വന്നു തരുന്നത്. അവിടെയും ഒരു 1.25 മില്യൺ പാകിസ്ഥാനികളുണ്ട്, അത്രയും തന്നെ ഇന്ത്യക്കാരുണ്ട്. കാരണം ഒരു 6 കോടി ജനങ്ങളുള്ളതാണ്, അതായത് 60 മില്യൺ ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് ഇത്ര ഒരു പോപ്പുലേഷൻ വരുന്നത്. അവിടെ മുട്ട വെച്ച ആൾക്കാർ ഇപ്പോൾ ജോലിക്ക് പോകുന്ന നഴ്സുമാരെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വംശീയമായിട്ട് എറിയുമായിരുന്നു. കാരണം ഇതൊക്കെ പിള്ളേരുടെ ഉള്ളിൽ കിടക്കുന്ന വംശീയബോധമാണ്. ഒരു തലമുറ ഇംഗ്ലണ്ടൊക്കെ ഒത്തിരി മാറി, പക്ഷെ അവർക്ക് അവരുടെ ആ വംശീയമായിട്ടുള്ളത് അവർ തന്നെ ചെയ്തത്, ലോകത്തോട് ചെയ്തത് വളരെ മോശമാണെന്നുള്ള ഒരു ബോധ്യത്തിന്റെ പേരിലാണ് അവർ വളരെ ലിബറൽ ആയിട്ട് മാറി. പക്ഷെ പുതിയ തലമുറ മാറിയിട്ടില്ല. ആ തലമുറ ഇപ്പൊ വീണ്ടും അവിടെ യൂറോപ്പിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ വേറൊരു വശം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇതുപോലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. കാരണം ഇവിടെ ആർക്കും ഒരു അവകാശം പറയാൻ പറ്റില്ല. നമ്മൾ പറയാ ഈ കൺസർവേറ്റീവ് ഐഡിയ എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കും, നമ്മളൊരു വംശീയതയിൽ ഊന്നിയ ഒരു കൺസർവേറ്റീവ് ഐഡിയോളജിയിലല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ പറയാം എല്ലാ സമൂഹങ്ങളെയും ഇൻക്ലൂസീവായിട്ട് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇപ്പൊ ട്രംപ് തുടങ്ങി വെച്ചിട്ടുള്ള ഈ ആശയം ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒത്തിരി ഇൻസിഡന്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഒരു വെള്ളക്കാരന്റെ ഒരു സമൂഹം, വെള്ളക്കാര് അത് ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെയാണ് ഈ രാജ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഈ പലയിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ പറയും, പ്രത്യേകിച്ച് ഈ നമ്മൾ ബ്രൗൺ സ്കിൻ എന്ന് പറയും, നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മന്റെ അടുത്ത് ഒരു വലിയ ഗുസ്തിക്ക് പോയല്ല എന്ന് മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറെ സംഘടനകളാണ് ഞാൻ പറയണത്. ഇപ്പൊ KKK എന്ന് പറയുന്ന പോലെയുള്ള പല സംഘടനകളും അവരൊക്കെ ഇപ്പൊ കുറച്ച് ജീവൻ വെച്ച് വന്നിട്ടുണ്ട്. എന്താണ് അവർക്കുള്ള ഊർജം? ഈ ഇവിടുത്തെ ഒരു പോളിസിയും ഇവിടെ പ്രചരിക്കുന്ന ഒരു ആശയമാണ്. അതിന് നമ്മൾ ഇപ്പൊ പറയും പ്രസിഡന്റ് അതിനൊരു തിരികൊളുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല. പക്ഷെ ഇവരൊരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം, വംശീയമായിട്ടുള്ള ഒരു ബോധം ചിലരിൽ
ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആക്രമണം കർമ്മന്റെ അടുത്ത് ഒരു അഭ്യാസം എടുക്കും. കാരണം കർമ്മനെ കുറെ കാലം ഇവര് സ്ലേവ് ആയിട്ടും ഉപയോഗിച്ച് കർമ്മൻ ഇടിച്ചു നേടിച്ച അവകാശമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾക്കും ഈ വെള്ളക്കാർക്ക് നമ്മളോടുണ്ടാകുന്ന ഒരു ദേഷ്യം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ദേഷ്യമാണ് ആ കർമ്മർക്ക് നമ്മളോടുള്ളത്. കാരണം അവര് ബേസിക്കലി അവർക്ക് കൂടുതൽ അവകാശങ്ങൾ കിട്ടിയോണ്ട് അവർ കുറച്ച് മടിയന്മാരായി പോയി. നമ്മൾ നന്നായിട്ട് ജോലിയെടുത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പം ആ ഒരു ജലസ് ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. ചൈനക്കാരോടും ഇവർക്ക് പ്രശ്നമില്ല, അവർ വളരെ അടങ്ങി ഒതുങ്ങി അവർ പോകുന്നതാണ്, അവരോടും വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ബ്രൗൺ സ്കിന്നായിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അല്ലെങ്കിൽ ബംഗ്ലാദേശ്, അല്ലെങ്കിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് വംശീയതയുടെ ഒരു അംശം വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ട്രംപിന്റെ ഒരു ഭരണം ഇപ്പൊ അടുത്ത ഒരു 3 വർഷത്തോടെ കഴിയുമ്പോൾ മാറുമായിരിക്കും. പക്ഷേ ഈ സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്ന ഈ വിഷത്തിന്റെ ഒരു അംശം മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈ സമൂഹത്തിൽ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങൾ നമ്മൾ പറയും, ചിലർക്ക് ഇപ്പൊ നിതിൻ പറഞ്ഞു, നിതിൻ അങ്ങനെ ഒരു അനുഭവം ഇല്ല. അനുഭവമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നിതിനെ അങ്ങനെയുള്ള. കാരണം ഇങ്ങനെ ഒരു ആശയം കൂടി നമ്മുടെ പ്രസിഡന്റ് ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന്റെ ഒക്കെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. പക്ഷെ ജിൻസ് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തെ ജിൻസ് ഇപ്പൊ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്തായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് ജിൻസ് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഇംഗ്ലണ്ടില് നേരത്തെ ഇങ്ങനെ മുട്ടയൊക്കെ എറിയുന്ന ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മള് ഇംഗ്ലണ്ടിലെ കാര്യമായാലും അല്ലെങ്കിൽ യൂറോപ്പിലുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യമായാലും അമേരിക്കയിലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ഈ ഒരു 2000-ത്തിലോ 2010-നു മുമ്പോ ഉള്ള കാലഘട്ടങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അത്രയധികം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ഞാൻ ജിൻസ് പറഞ്ഞതിനോട് ഞാൻ കുറച്ച് എന്ന് വെച്ചാല് ഒരു 50-50 ഞാൻ നിൽക്കുന്നത്. കാരണം ഈ വംശീയതയോ അല്ലെങ്കിൽ എന്താ പറയാ വർഗീയതയോ ഉണ്ടെങ്കിൽ പോലും അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഒരു സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ കാരണം കൊണ്ടാണ് അവരുടെ ആ വർഗീയത വെളിയിലേക്ക് 100% കൊണ്ടുവന്നതെന്നുള്ള ഒരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. ഇതിന്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ ചേർത്ത് വെക്കാനുള്ളത്, ഈ ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറത്തിന്റെയോ അല്ലെങ്കിൽ ഈ വംശത്തിന്റെയോ പേരിൽ ഒരാളെ മാറ്റി നിർത്തുന്നത് എന്ത് നീതിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഈ സമൂഹത്തില് ഈ ഇപ്പൊ ജിൻസ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ആഴത്തിലുള്ള ഒരു രോഗമായിട്ട് തന്നെ അത് ബാധിക്കുന്നില്ല. എന്താണ് നിതിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ജിൻസ് പറഞ്ഞ 2-3 കാര്യങ്ങൾ എനിക്കൊന്ന് ഇതുണ്ട്. ഒന്ന്, ജിൻസ് പറയുന്നത് ഈ ആശയം, അതായത് ഈ വർഗീയത അല്ലെങ്കിൽ റേസിസം, ഇത് ഈ മോഡി അല്ലെ ട്രംപ് അഴിച്ചുവിട്ട് ഒന്നുമല്ല. ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ടേ ഉണ്ട്. അത് ട്രംപും മോഡിക്കൊന്നും അഴിച്ചുവിടാനൊന്നും പറ്റത്തില്ല. അത് ശരിക്കും പറയുന്നത് ആൾക്കാരുടെ മനസ്സിലുണ്ടേ ഉണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജിൻസ് പറഞ്ഞ ഈ KKK തലപൊക്കി എന്ന് പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ KKK എന്ന് പറയുന്നില്ല, ഒരു വൈറ്റ് മാൻസ് ക്ലബ് എന്ന് കൂട്ടിക്കോ. അവർ പണ്ട് എന്താ പറയുന്നത്, കറുത്തവരെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏതായാലും അവരാരെയും കറുത്തവന്മാരെ ഒന്നും കൊല്ലുന്നൊന്നുമില്ല. പക്ഷേ ഈ ബ്ലാക്ക് പാന്തേഴ്സ്, അങ്ങനത്തെ ബ്ലാക്ക് ക്ലബ്സ്, മലയാളി ക്ലബ്സ്, ഇന്ത്യൻ ക്ലബ്സ്, നമ്മൾ മാത്രമുള്ള കുറെ ഓർഗനൈസേഷൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു വൈറ്റ് മാൻ ഓർഗനൈസേഷൻ പറ്റത്തില്ല? എന്തിനാണ് നമ്മൾ അവരെ വായിക്കുന്നത്? അവർക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിക്കൂടെ? അതോ നമ്മൾ മൈനോറിറ്റീസിന് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ജിൻസ്മാൻ പറഞ്ഞു ഒരു കാര്യം, ഈ യൂറോപ്പിലും ഈ എന്താ പറയുന്നത് ഈ സ്ലേവ്സ് ഈ ബ്ലാക്ക് സ്ലേവ്സ് ഈ യൂറോപ്പിൽ നിന്ന് അല്ലെ ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യമായിട്ട് സ്ലേവ്സ് എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു. ഇന്ത്യയിലും നമ്മളുടെ കുടിയാന്മാര് സ്ലേവ്സ് ആയിരുന്നു. കേരളത്തിൽ തൊട്ട് ഈ ജമീന്ദാറി സിസ്റ്റമുള്ള നോർത്ത് ഇന്ത്യ മുഴുവൻ, അതായത് ഒരു ബ്രാഹ്മണന്മാരും അല്ലെ ക്ഷത്രിയന്മാരും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പ്രാക്ടിക്കലി ഒരു കുടിയാന്റെ അവസ്ഥയായിരുന്നു മിക്കവരുടെ അവസ്ഥ. കുറെ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മളൊരു 90% അഗ്രേറിയൻ കൾച്ചറാണ്. കുറെ ഭൂമിയുള്ള കുറച്ച് ഭൂവുടമകളുണ്ട്, ബാക്കി എല്ലാവരും അവിടുത്തെ കുടിയാന്മാര്. അതാണ് നമ്മുടെ ഒരു ജനറൽ ഇത്. ഈ സ്ലേവറി എന്ന് പറയുന്നത് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്തതാണ്. അതായത് നോർത്ത് ആഫ്രിക്കയിൽ മുഴുവൻ സ്ലേവറി ഉണ്ടായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു, ചൈനയിലുണ്ടായിരുന്നു, യൂറോപ്പിലുണ്ടായിരുന്നു, അമേരിക്കയിലുണ്ടായിരുന്നു. ഈ സ്ലേവറി ആദ്യമായിട്ട് അബോളിഷ് ചെയ്തതെന്ന് പറയുന്നത്, അവരുടെ കോളനീസിൽ അബോളിഷ് ചെയ്തത് ഇംഗ്ലണ്ടാണ് ആദ്യമേ അത് ചെയ്തത്. വേറൊരു രാജ്യമല്ല. ഇന്ത്യയിൽ പോലും നമുക്ക് സ്ലേവറി, ഇന്നും ആഫ്രിക്കയിൽ സ്ലേവറി, ഈ മുസ്ലിം കൺട്രീസ് ഈ സ്ലേവറി നടക്കുന്ന ഒരു സ്ഥലമാണ് പല രാജ്യങ്ങളിലും. അതിനെതിരെ ഇവിടെ ഒരു വലിയൊരു യുദ്ധം വരെ ഉണ്ടായി. ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, അതായത് ഈ ലിങ്കന്റെ സമയത്ത്, അതായത് സ്ലേവറി വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും പേര് മരിച്ച ഒരു സ്ഥലമാണ്. അപ്പം ഇവരാണ് സ്ലേവറി കൊണ്ടുവന്നെന്നോ ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് തെറ്റാണ്. ആഫ്രിക്കയിൽ നിന്ന് മൊത്തം 6 മില്യൺ സ്ലേവ്സ് ആണ് അന്ന് അവിടുത്തെ ആഫ്രിക്കക്കാർ തന്നെ ഇമാരെ പിടിച്ച് വെള്ളക്കാരുടെ കപ്പലിൽ കയറ്റിവിട്ടത്.
അതിൽ 482,000 മാത്രമേ നോർത്ത് അമേരിക്ക വന്നിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാർ ആ കരീബിയനിലും ബ്രസീലിലേക്കുമാണ്. ബാക്കി ഓൾമോസ്റ്റ് 5.2 മില്യൺ അങ്ങോട്ടാ ചെന്നേക്കുന്നത്. സോ നമ്മൾ ഈ അമേരിക്കക്കാരൻ അല്ലെ വെള്ളക്കാരനാണ് സ്ലേവറി നടത്തുന്നതെന്ന് പറയുന്നത് ഒന്നും അത് തെറ്റാണ്. കാരണം അത് ശരിയല്ല. ഇതൊരു റിയലിസ്റ്റിക് ഫാക്ട് ആണ്. നമ്മുടെ ഇവര് ലോകം ഭരിക്കുന്നതുകൊണ്ടല്ലേ, ദേ ആർ ദ മോസ്റ്റ് പവർഫുൾ ആയതുകൊണ്ട് നമ്മൾ അതങ്ങ് ചിന്തിക്കുകയാണ് ഇവര് മാത്രമേ സ്ലേവറി നടത്തി. ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒരു സ്ലേവ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ എന്നാ പറയുന്നത്, ഈ ജിൻസോൺ പറയുന്ന പോലെ ട്രംപിന്റെ വോട്ട് ബാങ്ക് വൈറ്റ് ആന്ന് പറയുന്നത്, ശരിക്കും പറയുന്നത് ഈ കഴിഞ്ഞ ഇലക്ഷനകത്ത് ആദ്യമായിട്ടാണ് ലത്തീനോസ് ഇത്രയും പേര് ഡെമോക്രാറ്റിന്റെ എതിരെ കുത്തിയത്. ബ്ലാക്സ് കഴിഞ്ഞ പ്രാവശ്യം 28% ബ്ലാക്സ് ട്രംപിന് കുത്തി. സോ പുള്ളിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്ന വെള്ളക്കാരാന്ന് പറയുന്നത് തെറ്റാണ്. ആക്ച്വലി പറയുന്ന വെള്ളക്കാർ വൈറ്റ് വിമൻ 28% ബ്ലാക്ക് വോട്ട് കുട്ടി എന്ന് പറയുന്നു. ആ 28% എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ യുവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ്. ആ യുവാഞ്ചലി നമ്മൾ ഒരു കാര്യമുണ്ട്, അവിടെ 72% വേറെ നിൽക്കുന്നുണ്ട്. ആ 72% അത്രയും മെച്ചോറിറ്റി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ എല്ലാ കമ്മ്യൂണിറ്റിയിലും പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കും. അല്ല ജിൻസ്മാനെ, മൊത്തം കറമ്പർ എന്ന് പറയുന്ന 13% ഉള്ളത്. ലത്തീനോ കഴിഞ്ഞ പ്രാവശ്യം 43% ആൾക്കാര്, അതായത് പുള്ളി ഇമിഗ്രേഷൻ പോളിസി പറഞ്ഞു, പുള്ളി അവരെ റേപ്പിസ്റ്റുകൾ വിളിച്ചു, അത് നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാ പുള്ളി കയറി. എന്നിട്ട് പോലും ലത്തീനോസ് പുള്ളിക്ക് വേണ്ടിയാ വോട്ട് ചെയ്തത്. അതിന്റെ പക്ഷേ അപ്പൊ ആ ജിൻസ്മാൻ പറഞ്ഞ പോയിന്റ് ഉള്ള ട്രംപിന്റെ മുഴുവൻ ഈ വെള്ളക്കാരുടെ വോട്ട്, അത് ഞാൻ എഗ്രി ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് ഈ റേസിസ്റ്റുകളും അല്ലെങ്കിൽ കാസ്റ്റിസ്റ്റുകളും അങ്ങനെ ഉള്ളവർ മാത്രമല്ല, അതൊരു കൺസർവേറ്റീവ് മൂവ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ മാഗയുടെ കൂടെ നടക്കുന്ന, അതായത് ഈ വെള്ളക്കാര്, അതായത് ഈ ട്രംപ് മാഗ ആൾക്കാരുടെ കൂടെ പല ഇവന്റ്സിന് പോയിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ അതിനകത്ത് എനിക്ക് ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. ദേ ഹാവ് ട്രീറ്റഡ് മീ വെരി വെരി വെൽ. നമ്മുടെ ജിൻസ്മാൻ പറയുന്ന മിൻസനൊക്കെ ഇതിനകത്ത് ഒത്തിരി നടന്നിട്ടുള്ള, പുള്ളിയൊക്കെ വളരെ നന്നായിട്ടാണ്, പുള്ളി എപ്പോഴും പറയുമല്ലോ വളരെ നന്നായിട്ട് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു കൺസർവേറ്റീവ് ഐഡിയാസിലാണ് നമ്മളവിടെ നീങ്ങിയേക്കുന്നത്. അല്ലാതെ നോട്ട് ബിക്കോസ് അവര് ദേശീയത പറയുന്നതുകൊണ്ടും റേസിസം പറയുന്നതുകൊണ്ടല്ല. അതിന്റെ ഫണ്ടമെന്റൽ പീസ് എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് വാല്യൂസ്, അത് ഫാമിലിയിലാണേലും അത് ഒരു ഇക്കണോമിക് പോളിസീസിലാണേലും ഒരു കൺസർവേറ്റീവ് വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ജിൻസ്മാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ട്രംപ് മോർഗേജ് ലിമിറ്റ്, അതൊന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. അതായത് പണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് എത്ര വേണേ എഴുത്തള്ളായിരുന്നു. നമ്മളൊരു മോർഗേജ് എടുത്തിട്ട് നമ്മൾ മോർഗേജിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് റൈറ്റ് ഓഫ് ആയിരുന്നു. അത് പുള്ളി ലിമിറ്റ് ചെയ്തു. ഈ കൂടുതൽ ഈ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ, അതല്ലേ അത് മേടിക്കുന്നവരെന്ന് പറയുന്നത് ഒരു ലിബറൽ വോട്ട്, അതായത് ലെഫ്റ്റിസ്റ്റ് വോട്ടാണ് അമ്മമാര്. ആ വോട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പുള്ളി എന്തിനാ അത് ചെയ്യുന്നു? അത് വെച്ച് പുള്ളിക്ക് എന്താണ് ഗുണം? ഞാൻ വോട്ട് ചെയ്ത് വരുന്ന എന്റെ വോട്ട് ബാങ്കിനോടാണ് ഞാൻ നീതി പുലർത്തുന്നത്. എന്റെ വോട്ട് ബാങ്ക് ഒരു പാവപ്പെട്ടവനെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരനൊന്നും $10,000 ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല അവന്റെ മോർഗേജിനകത്ത്. അതൊരു ഈസ്റ്റ് കോസ്റ്റിലും വെസ്റ്റ് കോസ്റ്റിലും ഒരു ലെഫ്റ്റ് ലിബറൽ ബാസ്റ്റിയൻസിൽ കിട്ടുന്ന ഒരു തുകയാണ്. എന്തിനാണ് അത്രയും തുക മുടക്കാനുള്ളവന് എന്തിനാണ് പുള്ളി ആ റിപ്രീവ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പുള്ളിയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞത് ഒരു മിഡിൽ ക്ലാസ് അല്ലെ ലോവർ മിഡിൽ ക്ലാസ്, പഠിക്കാത്തവരല്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പുള്ളി കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അതിനകത്ത് ഞാൻ പുള്ളിയുടെ സ്ഥാനത്താണ് ഞാനും അതേ ചെയ്യത്തുള്ളൂ. കാരണം എന്റെ വോട്ട് ബാങ്കിനെയല്ല ഞാൻ നോക്കേണ്ടത്. അതോ എനിക്ക് വോട്ട് ചെയ്യാത്ത ഈ ലെഫ്റ്റിസ്റ്റുകൾ അവരാണ് ഞാൻ ചെയ്യേണ്ടത്. അതല്ല ഞാൻ പറഞ്ഞതിന്റെ അകത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമുക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയം അവരവരുടെ രാഷ്ട്രീയത്തിൽ കൂടി ഒരു രാഷ്ട്രത്തിന്റെ തലവനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ജനങ്ങളെ എല്ലാം സമഭാവനയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു നേതാവാണ് യഥാർത്ഥത്തിൽ ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ എനിക്ക് വോട്ട് ചെയ്തവരെ മാത്രമേ ഞാൻ കേറ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് യോഗ്യനല്ല. ബേസിക്കലി അങ്ങനെ അതൊരു അങ്ങനെ ഒരു അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാൻ അതിനൊരു ക്ലിയർ എക്സാമ്പിൾ പറയാം. ഈ ഇന്ത്യയിൽ ശരിക്കും പറയുവാണെ മോഡി അല്ലെ BJPക്ക് വോട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ നോർത്ത് ഇന്ത്യ എന്നുള്ള വോട്ടാണ്. അല്ലാതെ നമ്മുടെ സൗത്ത് ഇന്ത്യ കേരളത്തിൽ നിന്നുള്ള വോട്ട് വെച്ചല്ല പുള്ളി ജയിച്ചേക്കുന്നത്. ശരിയാണല്ലോ, അത് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിനു മുമ്പ് വാജ്പേയി കയറിയിരുന്നു. ഈ വാജ്പേയി ഇന്ത്യ ഷൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ടും തോറ്റുപോയി. എന്തുകൊണ്ടാ തോറ്റെന്ന് ഞാൻ അന്ന് തൊട്ട് പറയുമായിരുന്നു. കാരണം പുള്ളി പ്രോമിസ് ചെയ്തിരുന്ന അമ്പലം തരുമെന്നാണ് പറഞ്ഞിരുന്ന ഒരു പോയിന്റ്, അമ്പലം കൊടുത്തില്ല. ഈ മോഡി ആക്ച്വലി പറയുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഇപ്പൊ അവരുടെ റിസൾട്ടുകൾ മോശമാണെങ്കിലും അവർ പിന്നെയും ഇപ്പൊ 3ാമത്തെ തവണയാണ് ജയിച്ചേക്കുന്ന ക്ലീൻ ജയം. ഒന്ന് എതിരാളി ഒരു മഫനാണ്, അതൊരു കാര്യം. പക്ഷേ അതിനേക്കാളും കൂടുതൽ പുള്ളി പ്രോമിസ് ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പുള്ളി അമ്പലം പ്രോമിസ് ചെയ്തിരുന്നു, അമ്പലം അവർ കൊടുത്തു. അതിന് വാട്ട് എവർ ദേ ഡിഡ്, ഇനി സുപ്രീം കോടതിയിൽ കൂടെ പറയുന്ന അവര്
ബ്രൈബ് ചെയ്തിട്ടാണോ അതൊന്നും എനിക്കറിയത്തില്ല. ഹൗ എവർ ദേ ഡിഡ് ഇറ്റ്, അമ്പലം കൊടുത്തു എന്നുള്ളൊരു പീസ് ഉണ്ട്. അത് സോ ദാറ്റ് ഇസ് വാട്ട് അവരെ വോട്ട് ചെയ്ത്. ഇപ്പൊ ഞാൻ പുള്ളി ഇനി 10,000 മോസ്ക് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പുള്ളിക്ക് വോട്ട് ചെയ്ത അമാരല്ല, ആ മോസ്ക് കൊടുത്താലും പുള്ളി ഒക്കെ അവരെ വോട്ട് ചെയ്യാനും പോകുന്നില്ല. സോ വൈ ആർ വി വറീഡ് അബൌട്ട് ദാറ്റ്? ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഞാൻ ജയിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സിൽ പോകുന്നവന്റെ അവന്റെ മെയിൻ സാധനം എന്നെ വോട്ട് ചെയ്തവർക്ക് വേണ്ടി ഞാൻ തിരിച്ചു കൊടുത്തില്ലേ അടുത്ത പ്രാവശ്യം അവരെന്നെ കേട്ടത്തില്ല. അത് കൊടുത്തേ പറ്റുള്ളൂ പുള്ളിക്ക്. പിന്നെ കേരളത്തിന്റെ കാര്യം ശരിയാണ്, നമുക്കൊരു ലെഫ്റ്റിസ്റ്റ് ചായ്വുണ്ട് കേരളത്തിലും ബംഗാളിലും ഈ പഞ്ചാബിലും. ആൻഡ് ദീസ് 3 places നമ്മളിപ്പോ ഒരു കൂടുതലും വി ആർ ഡിപ്പെൻഡന്റ് ഓൺ നമ്മുടെ ആൾക്കാർ പുറത്ത് എവിടെ പോയി പണിയെടുക്കുക. പഞ്ചാബും അതെ, കേരളവും അതെ, ഈ ബംഗാളും അതെ. ബംഗാളിൽ നിന്നുള്ളവന്മാര് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന ആ ഗതിയാണ് അവന്റെ അവസ്ഥ. നമ്മൾ രണ്ടുപേരും പുറത്ത് പോയിട്ട് ഗതികേടാണ്. ഞാനെന്ന് പറഞ്ഞോട്ടെ, അതായത് ഞാനിപ്പോ ഈ പറഞ്ഞത് ഇപ്പൊ ട്രംപിന്റേതായ ഒരു കൺസർവേറ്റീവ് ഐഡിയയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് ചില പരിപാടികൾ നടത്തുന്നുണ്ട്. അതാണ് ഞാൻ പറയാം, ട്രംപിന്റേതായ ഒരു വോട്ട് ബാങ്ക്, അത് റിപ്പബ്ലിക്കൻ പാർട്ടിനെ ഹൈജാക്ക് ചെയ്ത് പുള്ളി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ, അതായത് ബിസിനസ്സുകാരൻ ഈ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് എൻട്രി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് പുള്ളിയുടെ കഴിവ് കൊണ്ടും പുള്ളിയുടെ സംവിധാനങ്ങൾ കൊണ്ടും പുള്ളിയുടെ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. ആ വോട്ട് ബാങ്കിൽ ഭൂരിപക്ഷം ആരാന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ്സിനെ നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനെ ശരിക്കും പറഞ്ഞാൽ എഫക്ട് ചെയ്യുന്ന ഒരു പോളിസി ആയിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അങ്ങനെ ഒത്തിരി നമുക്ക് പറയാനായിട്ട് ഒത്തിരി പോളിസി മിഡിൽ ക്ലാസ് $10,000 ഇതിനെ നമ്മൾ പറയാം ആ ഒരു ബ്രാക്കറ്റിൽ ഞാനത് ഉദാഹരണം പറയുള്ളൂ. ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാൻ പറയാം, മറ്റൊരു രാജ്യത്തിനില്ലാത്ത ഒരു പ്രത്യേകത എന്ന് അമേരിക്ക എന്ന് പറയുന്നത്, അമേരിക്ക ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ്. എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സമൂഹത്തിൽ നിന്നും വന്നവരെ ഉൾക്കൂട്ടും. അതിൻ്റെ അകത്ത് നിതിനോ എനിക്കോ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കോ പറയാൻ പറ്റാത്ത രീതിയിൽ ഈ സമൂഹം വളരെ ഇൻക്ലൂസീവ് ആയിരുന്നു. അവിടെയാണ് ഞാൻ ഒറ്റ കാര്യം ഈ വംശീയത അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഈ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ട്രംപിനെ വോട്ട് ചെയ്ത ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കൻ ആണ്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അടിമയായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഈ രാജ്യത്തേക്ക് വന്നത്. ഞാൻ അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണം, ഇവിടെ എവിടെയാണ് ഈ വംശീയതയുടെ തുടക്കം എന്ന് പറയാം. ഒരു പ്രസ് മീറ്റ് നടന്നത്, ട്രംപിന്റെ ഒരു പ്രസ് മീറ്റിൽ. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ചോദ്യം ചോദിക്കുകയാണ്, ഇന്ത്യക്കാരനോ ലാറ്റിനോ ചോദ്യം ചോദിക്കുമ്പം പുള്ളി വളരെ പുച്ഛത്തോടു കൂടി, നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, അത് വംശീയതയാണ്. അത് മനസ്സിലാക്കണെന്നറിയോ? അതായത് ഞാൻ പറയാം, നമ്മുടെ ഫസ്റ്റ് ലേഡിക്ക് മര്യാദക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവോ? അതായത് ആ രീതിയിൽ ഒരാൾ അല്ലല്ല, ഇതിന്റെ അകത്ത് വേറെ നമ്മളൊരു ചോദ്യം നമ്മൾ ഈ പറയാം, ഈ രാജ്യത്ത് സംസാരിക്കും, നമ്മളിപ്പോ അമേരിക്കയിലേക്ക് വരും, അമേരിക്കയിൽ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയാണെന്നൊക്കെ ഇവിടെ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കും? ഇവിടെ വന്നു കഴിയുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ സംസാരിക്കുന്നത് അവരുടെ ലോകത്തുള്ള പല ഭാഷകളാണ് സംസാരിക്കുന്നത്. ഞാൻ പറയാം, പക്ഷെ പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ രാജ്യത്ത് അതുപോലെ നമ്മളെ അടിച്ചൊതുക്കി ഭരിച്ചപ്പോഴും അന്ന് ബ്രിട്ടീഷുകാരെയും അവരുടെയും കാല് നക്കാനും അവർ പറയുന്നത് ശരിയാന്ന് പറയാൻ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഞാൻ പറയണത്, പക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്നപ്പോൾ ഈ വംശീയതയ്ക്ക് തുടക്കം അദ്ദേഹം ഇട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില ആറ്റിറ്റ്യൂഡ്, ചില പ്രവർത്തനങ്ങൾ, അത് ആരെ കേറ്റർ ചെയ്യാനാണ്? ആ തുടങ്ങി വെക്കുന്ന ഇതൊക്കെ വംശീയതയുടെ ഒരു മൂലധനമാണ്. അത് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസിഡന്റുമാർ ഈ ഡിപ്ലോമസി അല്ലെങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ, നമ്മൾ രാജാധികാരത്തിലൊന്നും അല്ലല്ലോ, കുടിയാനും അല്ലെങ്കിൽ അദ്ദേഹം തരുന്ന അവകാശങ്ങൾ നമുക്ക് തരുന്നത് എന്ത് മേടിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. നമുക്ക് എല്ലാ മനുഷ്യനും എല്ലാ വ്യക്തിക്കും അവന്റെ പ്രൗഡ് ഉണ്ട്. അത് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത്. ഭാഷയെ പുച്ഛിച്ച് സംസാരിക്കാനും കളറിനെ പുച്ഛിച്ച് സംസാരിക്കാനും ഒക്കെ നമ്മുടെ പ്രസിഡന്റ് മുൻകൈ എടുത്തിട്ടുണ്ട്. അത് വംശീയതയിലേക്കുള്ള ഒരു പോക്കാണ്. ആ അഴിച്ചുവിടുന്ന അത് ഞാൻ പറയാം, നമുക്കൊരു അടിമ മനോഭാവത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കുവാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വംശീയത, ഇപ്പൊ നിങ്ങൾ ഈ വംശീയതയെ കുറിച്ചും നിങ്ങൾ ഈ പിന്നെ എന്താ പറയാ ഈ പിന്നെ വർഗീയതയെ കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിച്ചു. ഇപ്പൊ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നതാണ് വംശീയത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ദേശീയത എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ മുഴുവനും ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് ഒരു ക്രൈസിസിലേക്ക് തള്ളിവിടുന്നതാണ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറയുമ്പോഴത്തേനും നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏതാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും ദോഷമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഏതാണ്? അപ്പൊ പെട്രീഷ്യ, ഇത് പേഴ്സണലി ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല അല്ല. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു. പക്ഷേ ഒരുത്തിന്റെ റൈറ്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പെട്രീഷ്യയുടെ വീട്ടിൽ പെട്രീഷ്യക്ക് തീരുമാനിക്കാം വെള്ളക്കാരനെ കയറ്റത്തില്ല കർമ്മനെ പെട്രീഷ്യയുടെ റൈറ്റ് ആണ്. പെട്രീഷ്യയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി റൈറ്റ്സിനാണ് ഫസ്റ്റ്. ഇത് പെട്രീഷ്യയുടെ വീട്ടിൽ പെട്രീഷ്യയ്ക്ക് തീരുമാനിക്കാം ആരെ കയറ്റാം. പെട്രീഷ്യക്ക് വേണം തീരുമാനിക്കാം, ഞാൻ എന്റെ വീട്ടിൽ വെള്ളക്കാരനെ കയറ്റുന്നില്ല,
അല്ലെ ഇന്ത്യക്കാരനെ കയറ്റുന്നില്ല. there is nothing wrong in it. അത് പെട്രീഷ്യയുടെ എന്ന് പറഞ്ഞോണ്ട് പെട്രീഷ്യ അതൊരു നോബിൾ ഒരു ക്യാരക്ടർ അല്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. എന്റെ മക്കൾ അത് കണ്ടിന്യൂ നിങ്ങളുടെ മക്കൾ അത് കണ്ട് പുറത്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അല്ല വെള്ളക്കാരനെ കേട്ടുന്നുണ്ടോ കർമ്മനെ കേട്ടുന്നുണ്ടോ നമ്മൾ മറ്റുള്ള ഇതില്ലാതെ അത് മോശമാണെന്നാ നമ്മൾ പറയണത്. അതൊരു മുന്നോട്ട് പോക്കിന് തടസ്സമാണ്. ഞങ്ങൾ പറയുന്ന ഭാഷ സംസാരിക്കണം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഭക്ഷിക്കാവുള്ളൂ, ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നതാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അത് ശരിയല്ലാന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. ട്രംപ് നിങ്ങളോട് മലയാളത്തിൽ സംസാരിക്കണ്ടെന്ന് പറയുന്നില്ല. പുള്ളിയോട് പോയി നിങ്ങൾ എനിക്ക് നീ പറഞ്ഞോ? അങ്ങനെ ഇത് കിട്ടിയോ? അല്ല നിങ്ങളോട് അങ്ങനെ പുള്ളി മലയാളത്തിൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല ഞാൻ പോയി പുള്ളിയോട് മലയാളത്തിൽ ജിൻസ്മോനെ എനിക്ക് അറിയാവുന്നിരിക്കട്ടെ, എന്റെ അപ്പുറത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്, അവന് മലയാളം അറിയത്തില്ലെങ്കിൽ എനിക്ക് അവനോട് സംസാരിച്ച് അവന്റെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ അവനോട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഓടും. അവനിപ്പോ ഞാൻ പറയാ അവൻ മംഗോളിയോ അല്ലെങ്കിൽ സ്പാനിഷിലോ സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ അവനെ അവഹേളിക്കുകയാണ് ചെയ്യണം. നിന്റെ ഭാഷ മോശമാണ്, നീ എന്നെക്കാൾ താഴ്ന്നതാണ്, നീ എന്നെക്കാൾ താഴ്ന്ന ഒരു ബോധമാണ് അവനിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് അതാ പറഞ്ഞത്. ആ ഒരു ആറ്റിറ്റ്യൂഡും അതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അല്ല, അതൊരു രാജ്യത്തിന്റെ തലവന് ചേർന്നതല്ല. ആ തലവൻ കൊടുക്കുന്ന മെസ്സേജ് അല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബാൽ താക്കറെയൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞ് ശിവസേനയുടെ കാര്യം പറഞ്ഞല്ലോ, അവരൊക്കെ എങ്ങനെയാണ് പ്രസംഗത്തിൽ വന്നത്? അത് അവരൊക്കെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീനെ തമ്മിൽ ഡിവൈഡ് ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്ക്. അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ എത്ര വർഷങ്ങൾ എടുത്തു അത് കറക്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് അമേരിക്കയിൽ നിന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു ഇൻക്ലൂസീവ് സമൂഹത്തിനെ അഡ്രസ് ചെയ്യാനോ അവരെ ഉൾക്കൊള്ളാനോ, അല്ല എനിക്ക് വോട്ട് ചെയ്ത് ഒരു വോട്ട് വാങ്ങിയത് മാത്രം കേറ്റർ ചെയ്യാനാണെങ്കിൽ അത് ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കണം. അത് ആ പാർട്ടിയുടെ തലപ്പത്തായിരിക്കേണ്ടത്, അത് രാജ്യത്തിന്റെ തലപ്പത്തല്ലേ ഇരിക്കേണ്ടത്. ജിൻസ്മോനെ പുള്ളിയുടെ റൈറ്റ് ഉണ്ട്, പുള്ളിക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ആ റൈറ്റ് കൊടുക്കണം, ജനങ്ങൾ കൊടുക്കുന്ന റൈറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്ക് പ്രത്യേകിച്ച് റൈറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ലേവ് ആയിട്ട് ജീവിക്കാനാണ് ഇവിടെ. എനിക്ക് ജിൻസ്മോൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ജിൻസ്മോൻ എവിടെ അതിനകത്ത് സ്ലേവ് ആയെന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേ. കാരണം ട്രംപ് അത് പറഞ്ഞോണ്ട് ലെറ്റ്സ് സേ ട്രംപ് അവനോട് അത് പറഞ്ഞു, എടാ നീ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വോട്ടെവർ പുള്ളി പറഞ്ഞ സാധനം അത് കാരണം എന്തുകൊണ്ട് പുള്ളി സ്ലേവ് ആയി? അത് നിതിന് മനസ്സിലായില്ല. ഒരു പത്രപ്രവർത്തകന്റെ ഭാഷ ചോദ്യം ചോദിച്ചത് മനസ്സിലായില്ലെങ്കിൽ അയാളെ അധിക്ഷേപിക്കുന്നത് അയാളുടെ ഭാഷയുടെ പേരിൽ അദ്ദേഹത്തെ അതൊരു വിധേയത്വത്തോടുകൂടി കൈകെട്ടി നിൽക്കാനായിട്ട് അദ്ദേഹം തമ്പുരാനല്ലല്ലോ. അല്ലല്ല, അത് കെട്ടി നിക്കണമെന്ന് പറഞ്ഞില്ല പുള്ളി. നിതിനെ നീ വന്നേക്കണത് ഒരു വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് ആണ്, നിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, നീ നിതിൻ കൈയും കെട്ടി അഭിമാനം ഒരു സെൽഫ് റെസ്പെക്ട് തോന്നാറില്ലേ? തോന്നിയിട്ടില്ലേ? സെൽഫ് റെസ്പെക്ടിനകത്ത് അവൻ പുള്ളി അവിടെ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് കേറ്റാതിരുന്നില്ല, കേറ്റിയിട്ട് അവൻ പറയുന്നൊന്നും മനസ്സിലായത് പുള്ളിയോട് എത്ര രാമസ്വാമി അല്ലെങ്കിൽ ഫറീദ് സക്കാറിയ ഇവരെല്ലാം പുള്ളിയോട് സംസാരിക്കുന്നവരാ. നമ്മുടെ ദിനേഷ് ഡിസൂസ ഇവർ നാട്ടിൽ നിന്ന് വന്നവരാ. ദിനേഷ് ഡിസൂസയും ഫറീദ് സക്കാറിയ നാട്ടിൽ നിന്ന് വന്നിട്ട് പുള്ളിയായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ടല്ലോ, പുള്ളി പറയുന്നില്ലല്ലോ എടാ നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, അവൻ പറയുന്നല്ലോ. ഞാനൊരു നിമിഷം ചോദിച്ചോട്ടെ, ഈ ആ പത്രപ്രവർത്തകനോട് പത്രപ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞല്ലോ, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചല്ലോ. അറ്റ് ദ സെയിം ടൈമില് പുള്ളി പറയുന്നു മനസ്സിലായില്ലെന്ന് പറഞ്ഞല്ലേ? അതൊന്നും ഞാൻ അല്ലെന്ന് പറയുന്നില്ല, വളരെ അരഗന്റ് ആയിട്ടാ പറഞ്ഞത്. അതെ, ആ സമയത്ത് തന്നെ ആ പത്രപ്രവർത്തകൻ അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ പറഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേനും തിരിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ പറഞ്ഞ എനിക്കും മനസ്സിലായില്ലെന്ന്. അങ്ങനെയാണ് നീ പുള്ളി പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാവർക്കും നമുക്ക് മനസ്സിലായി. ഈ പത്രപ്രവർത്തകൻ പറഞ്ഞത് പെട്രീഷ്യ പോയി ഒന്ന് കേട്ടു നോക്ക്. പെട്രീഷ്യക്ക് മനസ്സിലാകില്ല, എനിക്ക് മനസ്സിലായില്ല. രാജാവ് എന്ത് പറഞ്ഞാലും ആ രാജാവ് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. അമേരിക്കയിലെ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര പെർസെന്റേജ് ആൾക്കാർക്ക് ഇപ്പം അമേരിക്കൻ ഇംഗ്ലീഷ് മനസ്സിലാകുന്ന എത്ര പെർസെന്റേജ് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകാത്ത ആൾക്കാർ? 80% മുകളിൽ ഇംഗ്ലീഷ് ഭാഷ പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നവരാണ്. 20% ആൾക്കാരുണ്ടല്ലോ. അല്ല, മനസ്സിലാകാത്തവനുണ്ടെങ്കിൽ അവൻ പഠിച്ചിരിക്കണമെന്നാണ്. അല്ലെ നീ എന്തിനാണ് നീ ഇവിടെ വരുന്നത്? നിനക്ക് നിന്റെ മലയാളം ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് മലയാളമോ ഹിന്ദിയോ സ്പാനിഷോ ആണ് നിനക്ക് വലുതെങ്കിൽ എന്തിനിവിടെ വരുന്നു?
നീ നിന്റെ നാട്ടിലിരുന്ന് മലയാളവും അത് സംസാരിച്ചു. അത് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ആർക്കാണ് റൈറ്റ്? എനിക്ക് ഞാൻ ഇവിടെ വരുകയും ചെയ്യും, ഞാനിത് പഠിക്കുകയും എനിക്ക് ഇതിന് ജീവിക്കുകയും ചെയ്യണം. അത് അല്ലാന്ന് പറയാൻ ആർക്കാണ് റൈറ്റ്? അങ്ങനെ എന്റെ ഭാഷ പഠിക്കും, എന്റെ ലൈഫ് സ്റ്റൈൽ നടക്കും, ഞാൻ അതുപോലെ നടക്കും. അത് വംശീയത എന്നും പറയുന്നത് ഇതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജീവിക്കണം. ഇവിടെ ഒരു സെർട്ടൻ നോംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല. അതാണ് വംശീയത, അതാണ് നമ്മൾ തലമുറകളിലേക്ക് ഏത് അടിമകളായിട്ട് ഈ ഒരു നമ്മുടെ പ്രസിഡന്റ് ആൾക്കാര് ഈ തലമുറകളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളിപ്പോ ലാംഗ്വേജോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഈ ആക്സെന്റോ അതിനെ കുറിച്ചല്ല നമ്മളിപ്പോ സംസാരിക്കുന്നത്. അത് ഇതിന്റെ കൂടെ വരുന്നൊരു കാര്യം തന്നെയാണ്. പെട്രീഷ്യ എവിടെ ഇരുന്ന് ഇപ്പൊ നമ്മളൊരു മലയാളം ചാനലിൽ ഇതിരിക്കുന്നു. ഓക്കെ, ഈ മലയാളം ചാനലിൽ ഇരുന്നിട്ട് പെട്രീഷ്യ വന്ന് എന്നോട് ഇപ്പൊ ഹിന്ദി പറയണം. ഞാൻ പറയാം പെട്രീഷ്യ മര്യാദയ്ക്ക് മലയാളത്തിൽ പറ. അല്ലെങ്കിൽ കാരണം എന്തിനാണ് ഞാൻ ഈ മലയാളം ചാനലിലെ ഒരു ഡിസ്കഷൻ അല്ലെ ഡിബേറ്റ് വന്നിരിക്കുന്നത്? സോ ഞാനൊരു ഇംഗ്ലീഷ് ക്രൗഡിനകത്ത് പോകുമ്പോൾ അല്ലെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരുത്തിന് എനിക്ക് മനസ്സിലാത്ത രീതിയിൽ ഒരു എന്നാ പറയുന്നത് ഇനി സ്പാനിഷ് ചൊവ്വയിൽ പറയുകയാണെങ്കിൽ why should I listen to that? Now ഞാൻ എഗ്രി ചെയ്യാം, ചിലപ്പോ ഞാനിപ്പോ ഒരു സ്പാനിഷ് അദ്ദേഹത്തിന് ഇൻസൾട്ട്, കാരണം അദ്ദേഹത്തിന് ഒരു ആക്സെന്റ് ഉണ്ടായിരുന്നു, അതൊരു ഇൻസൾട്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ട്രംപിന്റെ സ്വഭാവം മാറ്റാനാണോ നോക്കുന്നത്? അദ്ദേഹം തുടങ്ങി വെക്കുന്ന വളരെ അപകടകരമായ ഒരു ആശയ പ്രചരണത്തിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ടെന്ന് അതിന്റെ ഈ സമൂഹത്തിൽ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്സെന്റോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തതെന്നുള്ളത് അത് അദ്ദേഹത്തിന് ഇവിടോട്ട് അയക്കുമ്പോഴത്തേനും അവർക്ക് അറിയാമായിരിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ള അതാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ നമുക്കിപ്പോ അതൊക്കെ വിടാം. നമ്മളിപ്പോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേനും വംശീയതയല്ല. ഞാനിപ്പോ ഒരുത്തിനോട് പറയാം, പെട്രീഷ്യ എന്നോട് വന്ന് ഇവിടെ ഹിന്ദി പറഞ്ഞിട്ട് മര്യാദയ്ക്ക് എന്നോട് മലയാളത്തിൽ പറ അല്ലെ ഇംഗ്ലീഷിൽ പറയാന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് റേസിസം. ഒരു വംശീയതയും മനസ്സിലില്ലാതെ നന്നായി പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും ഒരു പുതിയ ടോപ്പിക്കോടുകൂടി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളൊരു പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.